ഹലോ എൻട്രൻസ് ആസ്പിരൻസ്, JEE 2025 മെയിനിൻ്റെ ഹോൾ ടിക്കറ്റ് എത്തിയിട്ടുണ്ട്. ജനുവരി 22, 23, 24 തീയതികളിൽ എക്സാം എഴുതുന്ന കുട്ടികളുടെ ഹാൾ ടിക്കറ്റാണ് ഇപ്പോൾ അവൈലബിൾ ആയിട്ടുള്ളത്. അതിനുശേഷം എക്സാം ഡേറ്റ് കിട്ടിയിട്ടുള്ള കുട്ടികളുടെ ഹാൾ ടിക്കറ്റ്, അതുപോലെ BRക്കിൻ്റെ ഹാൾ ടിക്കറ്റ് എല്ലാം നിങ്ങളുടെ എക്സാം ഡേറ്റ് എന്നാണോ അതിൻ്റെ 3 ദിവസം മുൻപായിരിക്കും നിങ്ങൾക്ക് അവൈലബിൾ ആയിരിക്കുക. അപ്പോൾ ഹാൾ ടിക്കറ്റ് കിട്ടിയിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഹാൾ ടിക്കറ്റിൽ നിങ്ങൾ എന്തൊക്കെയാണ് ചെയ്യേണ്ടത്, ഹാൾ ടിക്കറ്റിൽ എന്തൊക്കെ ഡീറ്റെയിൽസ് ആണ് കൊടുത്തിട്ടുള്ളത്, എക്സാം ഹാളിലേക്ക് നിങ്ങൾ എങ്ങനെയൊക്കെയാണ് പോവേണ്ടത്, എന്തെല്ലാമാണ് കരുതേണ്ടത്, ഇത്തരത്തിലുള്ള ഡീറ്റെയിൽസ് ആണ് നമ്മൾ ഈ വീഡിയോയിലൂടെ ഡിസ്കസ് ചെയ്യുന്നത്. വീഡിയോ മുഴുവനായിട്ടും കാണുക. സോ നമുക്ക് വീഡിയോയിലേക്ക് കടക്കാം. നിങ്ങളുടെ ഹാൾ ടിക്കറ്റിൻ്റെ 4 പേജായിട്ടാണ് ഹാൾ ടിക്കറ്റ് കൊടുത്തിട്ടുള്ളത്. അതിൽ ഫസ്റ്റ് പേജിലുള്ള ഡീറ്റെയിൽസ് ആദ്യമായിട്ട് നിങ്ങളുടെ എക്സാമിൻ്റെ നിങ്ങളുടെ പേഴ്സണൽ ഡീറ്റെയിൽസ് ആണ് ഇത്രയും ഏരിയയിൽ കൊടുത്തിട്ടുള്ളത്. സോ നിങ്ങളുടെ പേഴ്സണൽ ഡീറ്റെയിൽസ്, നിങ്ങളുടെ പേര്, മറ്റുള്ള കാര്യങ്ങളെല്ലാമാണ് ഇവിടെ കൊടുത്തിട്ടുള്ളത്. നിങ്ങളുടെ ആപ്ലിക്കേഷൻ നമ്പർ എല്ലാം ഇവിടെ കൊടുത്തിട്ടുണ്ടാവും. അതുപോലെ തൊട്ട് താഴെയുള്ള സെക്ഷനിലാണ് നിങ്ങളുടെ ഫോട്ടോഗ്രാഫ്, അതുപോലെ നിങ്ങളുടെ സിഗ്നേച്ചർ, ഇത്രയും കാര്യങ്ങൾ നിങ്ങൾക്ക് ഫസ്റ്റ് തുടക്കത്തിൽ തന്നെ കാണാനായിട്ട് സാധിക്കും. തൊട്ട് താഴെയാണ് നിങ്ങളുടെ ടെസ്റ്റ് ഡീറ്റെയിൽസ് കൊടുത്തിട്ടുള്ളത്. അവിടെയാണ് നമുക്ക് ശ്രദ്ധിക്കേണ്ടതായിട്ടുള്ള കാര്യങ്ങളുള്ളത്. സോ ടെസ്റ്റ് ഡീറ്റെയിൽസിൽ ആദ്യമേ നിങ്ങളുടെ മീഡിയം ഓഫ് എക്സാമിനേഷൻ, ക്വസ്റ്റ്യൻ പേപ്പറിൻ്റെ മീഡിയം അവിടെ കൊടുത്തിട്ടുണ്ടാവും. ഇംഗ്ലീഷ് ആണോ നിങ്ങൾ കൊടുത്തിട്ടുള്ള മീഡിയം ഏതാണ്? ഒട്ടുമിക്ക പേരും ഇംഗ്ലീഷിലായിരിക്കും കൊടുത്തിട്ടുണ്ടാവുക. സോ ഇംഗ്ലീഷ് ആയിരിക്കും ഉണ്ടാവുക. നെക്സ്റ്റ് ആയിട്ട് എക്സാമിനേഷൻ ഡേറ്റ് നിങ്ങൾക്ക് ഓൾറെഡി അറിയാവുന്നതാണ്. നിങ്ങൾ എക്സാം ഡേറ്റ് നോക്കിയിട്ടുണ്ടായിരുന്നു. ആ എക്സാം ഡേറ്റ് അവിടെ കൊടുത്തിട്ടുണ്ടാവും. പിന്നെ എക്സാം പേപ്പർ ഏതാണ് എന്നുള്ളത് അവിടെ കൊടുത്തിട്ടുണ്ടാവും. ആദ്യം ഈ പറയപ്പെട്ട 3 ദിവസം ഹാൾ ടിക്കറ്റ് വന്നിട്ടുള്ള എല്ലാവർക്കും BTech ആയിരിക്കും. BTech ആണോ BRK ആണോ എന്നുള്ള കാര്യം അവിടെ കൊടുത്തിട്ടുണ്ടാവും. അപ്പോൾ BTechനും BRക്കിനും കൊടുത്തിട്ടുള്ള ഒരു കുട്ടിക്ക് BTechൻ്റെ ഹാൾ ടിക്കറ്റ് മാത്രമേ ഇപ്പോൾ വരികയുള്ളൂ. BRക്കിൻ്റെ ഹാൾ ടിക്കറ്റ് നിങ്ങളുടെ എക്സാം ഡേറ്റ് എന്നാണോ ആ സമയത്തായിരിക്കും നിങ്ങൾക്ക് വരിക. തൊട്ട് താഴെയായിട്ട് റിപ്പോർട്ടിംഗ് ടൈം അറ്റ് സെൻറ്റർ, നിങ്ങൾ എക്സാമിനേഷൻ സെൻറ്ററിൽ എത്തേണ്ട സമയം കൊടുത്തിട്ടുണ്ട്. 7 AM ആണ് ഇവിടെ കൊടുത്തിട്ടുള്ളത്. ഫസ്റ്റ് സെഷനിൽ എക്സാം എഴുതുന്ന കുട്ടികൾക്ക് എക്സാമിനേഷൻ സെൻറ്ററിൽ എത്തേണ്ട സമയമാണ് ഇവിടെ കൊടുത്തിട്ടുള്ളത്. സോ 7 മണിക്ക് ഒരു 5 മിനിറ്റ് അപ്പുറോ ഇപ്പുറോ ആയിട്ട്, ഒരു 5-10 മിനിറ്റ് അപ്പുറോ ഇപ്പുറോ ആയിട്ട് നിങ്ങൾ എക്സാം സെൻറ്ററിൽ എത്തുന്നതിന് സമയം കണക്കാക്കിയിട്ട് നിങ്ങൾ എക്സാം സെൻറ്ററിലേക്ക് പോവുക. തൊട്ട് താഴെയായിട്ട് നിങ്ങളുടെ എക്സാം സെൻറ്റർ കൊടുത്തിട്ടുണ്ട്. എക്സാം സെൻറ്ററിൻ്റെ ഡിസ്ട്രിക്റ്റ് ഏതാണ് നിങ്ങൾ ഓൾറെഡി അറിഞ്ഞിട്ടുള്ളതാണ്. എക്സാം സെൻറ്ററിൻ്റെ കറക്റ്റ് അഡ്രസ് അവിടെ കൊടുത്തിട്ടുണ്ട്. സോ എക്സാം സെൻറ്റർ ഏതാണ് എന്നുള്ളത് നിങ്ങൾ തലേ ദിവസം തന്നെ മനസ്സിലാക്കി എക്സാം ഈ ഒരു റിപ്പോർട്ടിംഗ് ടൈമിന് തന്നെ അങ്ങോട്ട് എത്താൻ കണക്കാക്കിയിട്ട് നിങ്ങൾ പോവുക. നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ഒരു സമയം ഇവിടെ കൊടുത്തിട്ടുണ്ട്. എൻട്രി ഗേറ്റ് ക്ലോസിംഗ് ടൈം അറ്റ് സെൻറ്റർ 8:30 AM ആണ് കൊടുത്തിട്ടുള്ളത്. 8:30 കൃത്യം, അതായത് 8:30 കഴിഞ്ഞാൽ നിങ്ങൾക്ക് 2025 സെഷൻ 1 JEE എക്സാം എഴുതുന്നത് ബുദ്ധിമുട്ടാവും. സോ നിങ്ങൾ ഈ ഒരു സമയത്തിൻ്റെ മുൻപ് തീർച്ചയായിട്ടും എക്സാം സെൻറ്ററിൽ എത്തുന്നതിന് വേണ്ടിയിട്ട് ശ്രമിക്കണം. ഇങ്ങനെ ഒരു സമയം ഇവിടെ കൊടുത്തു എന്നുള്ള സ്ഥിതിക്ക് എല്ലാവരും ആ സമയത്തേക്ക് കണക്കാക്കാൻ നിൽക്കരുത്. നിങ്ങൾ ഈ ഒരു സമയത്ത് തന്നെ എത്തുക. കാരണം നിങ്ങളുടെ കുറേ രജിസ്ട്രേഷൻ പ്രോസസ്സ്, കുറേ കാര്യങ്ങൾ ചെയ്ത് തീർക്കേണ്ടതായിട്ടുണ്ട്. നിങ്ങളുടെ ഫോട്ടോ ഒട്ടിക്കണം, അതുപോലെ നിങ്ങളുടെ ഐറിസിൻ്റെ ഫോട്ടോ എടുക്കണം, അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം അവിടെ നിങ്ങൾക്ക് ചെയ്യാനായിട്ടുണ്ട്. സോ ഈ ഒരു സമയത്ത് തന്നെ നിങ്ങൾ എക്സാം ഹാളിൽ എത്താനായിട്ട് ശ്രമിക്കുക. നിങ്ങളുടെ എക്സാം ടൈമും ഇവിടെ കൊടുത്തിട്ടുണ്ട്. അതുപോലെ നിങ്ങളെ എക്സാമിന് അപ്ലൈ ചെയ്ത സമയത്ത് ഫോട്ടോ ID നിങ്ങൾ സബ്മിറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഒട്ടുമിക്ക പേരും ആധാർ ആയിരിക്കും സബ്മിറ്റ് ചെയ്തിട്ടുണ്ടാവുക. സോ അത് ഇവിടെ കൊടുത്തിട്ടുണ്ട്. ഏതാണ് ID നിങ്ങൾ കൊടുത്തിട്ടുള്ളത്, അതിൻ്റെ ID നമ്പറിൻ്റെ അവസാന അക്കവും ഇവിടെ കൊടുത്തിട്ടുണ്ട്. സോ ഇത്രയും ഡീറ്റെയിൽസ് ആണ് നിങ്ങളുടെ എക്സാം ടെസ്റ്റ് ഡീറ്റെയിൽസ് ആയിട്ട് നിങ്ങൾക്ക് ഇവിടെ കൊടുത്തിട്ടുള്ളത്. തൊട്ട് താഴെയായിട്ട് ഒരു ഇൻസ്ട്രക്ഷൻ ഇവിടെ കൊടുത്തിട്ടുണ്ട്. ആ ഇൻസ്ട്രക്ഷൻ എല്ലാം വായിച്ചതിന് ശേഷം, ഇൻസ്ട്രക്ഷൻ സെക്കൻഡ് പേജിലാണ് കൂടുതൽ ഇൻസ്ട്രക്ഷൻസ് കൊടുത്തിട്ടുള്ളത്. ഞാൻ നേരത്തെ പറഞ്ഞിരുന്നു 4 പേജായിട്ടാണ് നിങ്ങളുടെ JEE ഹാൾ ടിക്കറ്റ് അറേഞ്ച് ചെയ്തിട്ടുള്ളത്. അതിൽ ഫസ്റ്റ് പേജാണ് ഇപ്പോൾ കാണുന്നത്. സെക്കൻഡ് പേജിലും തേർഡ് പേജിലും നിങ്ങൾക്കുള്ള ഇൻസ്ട്രക്ഷൻസ് ആണ്. അതിൻ്റെ തൊട്ട് താഴെയായിട്ട്, നമ്മുടെ ഫസ്റ്റ് പേജിൻ്റെ തൊട്ട് താഴെയായിട്ട് നിങ്ങൾ ആ ഇൻസ്ട്രക്ഷൻസ് എല്ലാം വായിച്ചതിന് ശേഷം നിങ്ങൾ ഫില്ല് ചെയ്യേണ്ട ഒരു 3 കോളം ഇവിടെ കൊടുത്തിട്ടുണ്ട്. ഈ 3 കോളത്തിൽ 2 കോളം നിങ്ങൾ എക്സാമിന് പോകുന്നതിന് മുൻപ് ചെയ്യേണ്ടതും, ഒരു കോളം നിങ്ങൾ എക്സാം ഹാളിൽ എത്തിയതിന് ശേഷം അവിടുത്തെ ഇൻവിജിലേറ്ററിന്റെ പ്രസൻസോട് കൂടി ചെയ്യേണ്ടതുമാണ്. അപ്പോൾ നിങ്ങൾ എക്സാമിന് പോകുന്ന സമയത്ത് ഈ ഹോൾ ടിക്കറ്റ് പ്രിന്റ് എടുത്തിട്ട് വേണം പോകാൻ. ഹോൾ ടിക്കറ്റിൽ ഞാൻ നേരത്തെ പറഞ്ഞു 4 പേജ് ആയിട്ടാണ് ഹോൾ ടിക്കറ്റ് ക്രമീകരിച്ചിട്ടുള്ളത്. 4 A4 ഷീറ്റിലാണ് ക്രമീകരിച്ചിട്ടുള്ളത്. അതിൽ ഫസ്റ്റ് പേജ് മാത്രമാണ് ഒട്ടുമിക്ക പേർക്കും എക്സാം ഹാളിൽ കൊണ്ടുപോകേണ്ടതായിട്ടുള്ളത്. സെക്കൻഡ് പേജും തേർഡ് പേജും നിങ്ങൾ എക്സാം ഹാളിൽ കൊണ്ടുപോകേണ്ടതില്ല. ചില ആളുകൾക്ക് 4th പേജ് കൂടെ കൊണ്ടുപോകണം. അത് ആർക്കാണ് എന്നുള്ളത് നമ്മൾ വീഡിയോയുടെ അവസാന ഭാഗങ്ങളിൽ എത്തുമ്പോഴേക്ക് പറഞ്ഞ് തീരുന്നതായിരിക്കും. സോ ഫസ്റ്റ് പേജ് എങ്ങനത്തെ പ്രിൻ്റാണ് എടുത്ത് കൊണ്ടുപോകേണ്ടത്, ബ്ലാക്ക് ആൻഡ് വൈറ്റ് ആണോ കളറാണോ എന്നുള്ള കാര്യം പലർക്കും സംശയം ഉണ്ടാവും. അങ്ങനെ ഒരു കാര്യം NTA പറഞ്ഞിട്ടില്ല. നിങ്ങൾ ബ്ലാക്ക് ആൻഡ് വൈറ്റ് വേണം, അതല്ലെങ്കിൽ കളർ വേണം എന്ന് പറഞ്ഞിട്ടില്ല. പ്രിഫറബിളി കളർ.
ഏറ്റവും ബെറ്റർ ആയിട്ട് നിങ്ങൾ ഐഡൻറ്റിഫൈ ചെയ്യാൻ പറ്റും. നിങ്ങളുടെ ഫോട്ടോയും സിഗ്നേച്ചറും എല്ലാം നമ്മൾ അപ്ലോഡ് ചെയ്തിട്ടുണ്ടല്ലോ, അപ്പോൾ അത് ഐഡൻറ്റിഫൈ ചെയ്യാനും ബുദ്ധിമുട്ടില്ലാതിരിക്കാനും കളറായിരിക്കും ബെറ്റർ ആയിരിക്കുക എന്നുള്ളതാണ് പറയാനുള്ളത്. സോ നിങ്ങൾ ഹാൾ ടിക്കറ്റ് എടുക്കുന്ന സമയത്ത് ഹാൾ ടിക്കറ്റിൻ്റെ ഒരു 2 കോപ്പി എടുത്തു വെക്കുക. ഒരു കോപ്പി നിങ്ങൾ എക്സാം ഹാളിലേക്ക് കൊണ്ടുപോകുന്നതിനും ഒരു കോപ്പി നിങ്ങളുടെ കൈവശം സൂക്ഷിക്കുന്നതിനും. കാരണം എക്സാം ഹാളിലേക്ക് നിങ്ങൾ കൊണ്ടുപോകുന്ന ഹാൾ ടിക്കറ്റ് അവിടെ നിക്ഷേപിച്ചതിന് ശേഷം മാത്രമേ നിങ്ങൾക്ക് തിരിച്ചു പോരാനാവൂ. അപ്പോൾ നിങ്ങൾക്ക് ഭാവിയിൽ എന്തെങ്കിലും ആവശ്യം, നിങ്ങൾ അഡ്മിഷൻ്റെ സമയത്തൊക്കെ നിങ്ങൾക്ക് എക്സാം ഹാൾ ടിക്കറ്റിൻ്റെ ആവശ്യം വരും. അപ്പോൾ ആ സമയത്ത് നിങ്ങൾക്ക് ഹാൾ ടിക്കറ്റ് കിട്ടണം എന്നുണ്ടെങ്കിൽ ഇതായിരിക്കും മാർഗം. സോ ഇതിൻ്റെ ഒരു കോപ്പി നിങ്ങൾ എടുത്തിട്ട് നിങ്ങളുടെ വീട്ടിൽ സൂക്ഷിച്ചു വെക്കുകയും ചെയ്യുക. ഇനി നിങ്ങൾക്ക് ഇവിടെ എന്തൊക്കെയാണ് ഫില്ല് ചെയ്യേണ്ടത്? ഫസ്റ്റ് ഓഫ് ഓൾ നിങ്ങളുടെ ഫോട്ടോയാണ് ഇവിടെ പതിപ്പിക്കേണ്ടത്. നിങ്ങൾ എക്സാമിന് അപ്ലൈ ചെയ്ത സമയത്ത് നിങ്ങൾ അപ്ലോഡ് ചെയ്തിട്ടുള്ള ഫോട്ടോ ഉണ്ടാവും. അതിൻ്റെ സെയിം ഫോട്ടോ നിങ്ങൾ ഇവിടെ പതിപ്പിക്കണം. നിങ്ങൾ ഒട്ടിച്ചിട്ട് വേണം നിങ്ങൾ എക്സാമിന് പോകാനായിട്ട്. പ്രത്യേകം ശ്രദ്ധിക്കുക. നിങ്ങൾ എക്സാം അപ്ലൈ ചെയ്ത സമയത്ത്, അതായത് തൊട്ട് മുകളിൽ നിങ്ങൾ കൊടുത്തിട്ടുണ്ടാവും, ഇവിടെ നിങ്ങൾ കൊടുത്തിട്ടുള്ള ഫോട്ടോ, ഇവിടെ ഹാൾ ടിക്കറ്റിൽ ഇവിടെ ഒരു ഫോട്ടോ കൊടുത്തിട്ടുണ്ടാവും. ആ ഫോട്ടോ തന്നെ പതിപ്പിച്ചതിന് ശേഷം വേണം, ആ സെയിം ഫോട്ടോയാണ് നിങ്ങൾ ഇവിടെ പതിപ്പിക്കേണ്ടത്. ഈ ഒരു പൊസിഷനിൽ നിങ്ങൾ പതിപ്പിക്കേണ്ടത് സെയിം ഫോട്ടോ നിങ്ങൾ പതിപ്പിച്ചിരിക്കണം. സോ നെക്സ്റ്റ് ആയിട്ട് നിങ്ങളുടെ ലെഫ്റ്റ് തമ്പ് ഇംപ്രഷൻ, അതായത് നിങ്ങളുടെ ലെഫ്റ്റ് തമ്പ് ഇംപ്രഷൻ നിങ്ങൾ ഇവിടെ വെച്ചിരിക്കണം. അതിന് എക്സാം ഹാളിലേക്ക് പോകുന്നതിന് മുമ്പ് തന്നെ ഹാൾ ടിക്കറ്റ് പ്രിൻറ്റ് ചെയ്ത ഉടനെ തന്നെ നിങ്ങൾ ചെയ്യേണ്ട ഒരു കാര്യമാണ്. അടുത്തതായിട്ട് നിങ്ങളുടെ സിഗ്നേച്ചർ ഇവിടെ നിങ്ങൾ സിഗ്നേച്ചർ ചെയ്യേണ്ടതായിട്ടുണ്ട്. പ്രത്യേകം ശ്രദ്ധിക്കുക, നിങ്ങൾ ഇപ്പോൾ ചെയ്യേണ്ടതല്ല. ടു ബി സൈൻഡ് ഓൺ ദ ഡേ ഓഫ് എക്സാമിനേഷൻ ഇൻ ദ പ്രസൻസ് ഓഫ് ഇൻവിജിലേറ്റർ ഓൺലി. ഇൻവിജിലേറ്ററുടെ പ്രസൻസോട് കൂടി മാത്രം ചെയ്യേണ്ട കാര്യമാണ്. സോ നിങ്ങൾ ഹാൾ ടിക്കറ്റ് ആദ്യമേ എടുത്തിട്ട് നിങ്ങൾ ഇവിടെ പോയിട്ട് സൈൻ ചെയ്യാൻ നിൽക്കരുത്. അത് എപ്പോഴാണ് ചെയ്യേണ്ടത്? എക്സാമിൻ്റെ അന്ന് എക്സാമിനറുടെ മുൻപിൽ വെച്ചിട്ടാണ് നിങ്ങൾ ചെയ്യേണ്ടത്. സോ ഹാൾ ടിക്കറ്റിൽ നിങ്ങൾ പ്രധാനമായിട്ടും ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ ഇതാണ്. മറ്റൊന്ന് ശ്രദ്ധിക്കാനായിട്ടുള്ളത്, ഞാൻ നേരത്തെ പറഞ്ഞിരുന്നു, നിങ്ങൾ എക്സാം ഹാളിലേക്ക് പോകുന്ന സമയത്ത് ഫസ്റ്റ് പേജും ചില ആളുകൾക്ക് 4th പേജും എക്സാം ഹാളിലേക്ക് കൊണ്ടുപോകുമ്പോൾ ആവശ്യമായിട്ട് വരും. ഈ 4th പേജ് ആവശ്യമായിട്ടുള്ള ആളുകൾ ആരാണെന്ന് ചോദിച്ചാൽ, നിങ്ങൾ വാലിഡ് ID പ്രൂഫ്, ഫോട്ടോ ID പ്രൂഫ് കൊടുക്കേണ്ട സമയത്ത് ആധാർ അല്ലാത്ത ID കാർഡുകൾ കൊടുത്തിട്ടുള്ള കുട്ടികൾ, ആ കുട്ടികൾ ഈ ഫോം കൂടെ ഫില്ല് ചെയ്തിട്ട് വേണം എക്സാം ഹാളിലേക്ക് പോകാൻ. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് നമുക്ക് ഹാൾ ടിക്കറ്റുമായി ബന്ധപ്പെട്ടിട്ട് പറയാനുള്ളത്. ഇനി എക്സാം ഹാളിലേക്ക് നിങ്ങൾക്ക് കൊണ്ടുപോകാവുന്ന സാധനങ്ങളെ കുറിച്ചിട്ടാണ് നമ്മൾ അടുത്തതായിട്ട് നോക്കാൻ പോകുന്നത്. ഫസ്റ്റ് ഓഫ് ഓൾ നിങ്ങളുടെ ഹാൾ ടിക്കറ്റിൻ്റെ ഫസ്റ്റ് പേജ്, അതുപോലെ ഹാൾ ടിക്കറ്റിൻ്റെ 4th പേജ് ആവശ്യമുള്ളവർ അതിൻ്റെ കോപ്പി അത് ഫില്ല് ചെയ്തിട്ട് വേണം നിങ്ങൾ പോകുവാനായിട്ട്. നിങ്ങളുടെ ഹാൾ ടിക്കറ്റിൽ ഇവിടെ നിങ്ങളുടെ ഫോട്ടോ ഒട്ടിക്കണം, ഇവിടെ നിങ്ങളുടെ ലെഫ്റ്റ് തമ്പ് ഇംപ്രഷൻ ചെയ്തിരിക്കണം. ഇവിടെ നിങ്ങൾ ഒട്ടിച്ച ഫോട്ടോയുടെ പുറമെ മറ്റൊരു ഫോട്ടോ കൂടെ നിങ്ങൾ എക്സാം ഹാളിലേക്ക് കൊണ്ടുപോകേണ്ടതായിട്ടുണ്ട്. അതവിടെ നിങ്ങളുടെ അറ്റൻഡൻസ് രജിസ്റ്ററിൽ ഒട്ടിക്കുന്നതിന് വേണ്ടിയിട്ടാണ്. അത് നിങ്ങൾക്ക് അവിടെ കൊടുക്കേണ്ടി വരും. അപ്പോൾ നിങ്ങൾക്ക് എത്ര ഫോട്ടോ കൊണ്ടുപോകേണ്ടതായിട്ടുണ്ട്? 2 ഫോട്ടോ പോവേണ്ടതായിട്ടുണ്ട്. അവിടെ ശ്രദ്ധിക്കേണ്ട കാര്യം എന്താണെന്ന് വെച്ചാൽ, നിങ്ങൾ അപ്ലൈ ചെയ്ത സമയത്ത് കൊടുത്തിട്ടുള്ള ഫോട്ടോ ഏതാണോ സെയിം ഫോട്ടോ ആയിരിക്കണം നിങ്ങൾ കൊടുക്കേണ്ടത്. മറ്റൊന്ന്, നിങ്ങൾക്ക് റഫ് വർക്ക് ചെയ്യാനായിട്ടുള്ള ഒരു ബാൾ പോയിന്റ് പേന നിങ്ങൾ കൊണ്ടുപോകേണ്ടതായിട്ടുണ്ട്. ട്രാൻസ്പെറൻറ്റ് ബ്ലാക്ക് പോയിന്റ് പേനയായിരിക്കണം നിങ്ങൾ കൊണ്ടുപോകേണ്ടത്. അതുപോലെ നിങ്ങൾക്ക് വെള്ളം കുടിക്കുന്നതിന് വേണ്ടിയിട്ട് ഒരു ട്രാൻസ്പെറൻറ്റ് ബോട്ടിലുള്ള വെള്ളവും നിങ്ങൾക്ക് കൊണ്ടുപോകാവുന്നതാണ്. നിങ്ങൾക്ക് എക്സാം ഹാളിൽ വാഷ്റൂമിൽ പോകാനുള്ള സൗകര്യമുണ്ട്. എക്സാം നടന്നുകൊണ്ടിരിക്കുന്ന സമയത്ത് നിങ്ങൾക്ക് വാഷ്റൂമിൽ പോകാവുന്നതാണ്. ഇങ്ങനെ പോവുകയാണെങ്കിൽ ആ പോകുന്ന സമയം നിങ്ങൾക്ക് എക്സ്ട്രാ അനുവദിച്ച് നൽകുന്നതല്ല. അങ്ങനെ പോയിട്ടുണ്ടെങ്കിൽ നിങ്ങൾ വാഷ്റൂമിൽ പോയി തിരിച്ചു വരുന്ന സമയത്ത് നമ്മൾ ആദ്യം ബോഡി ചെക്കപ്പ് ചെയ്തിട്ടുള്ള അതേ ചെക്കപ്പ് ഒരു പ്രാവശ്യം കൂടെ ചെയ്തതിന് ശേഷം മാത്രമേ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ കഴിയുള്ളൂ? എക്സാം ഹാളിലേക്ക് കയറാനായിട്ട് സാധിക്കുകയുള്ളൂ. എക്സാം എഴുതി കഴിഞ്ഞ് നിങ്ങൾ പോരുന്ന സമയത്ത് നിങ്ങൾക്ക് റഫ് വർക്കിനായിട്ട് അവിടെ നിന്ന് തന്നിട്ടുള്ള പ്രൊവൈഡ് ചെയ്തിട്ടുള്ള പേപ്പറുകളും അതുപോലെ നിങ്ങളുടെ ഈ ഹാൾ ടിക്കറ്റും അവിടെ ബോക്സിൽ നിക്ഷേപിച്ച ശേഷം മാത്രമേ നിങ്ങൾക്ക് പോരാനായിട്ട് സാധിക്കുകയുള്ളൂ. ഇനി JEE 2025 എക്സാം എഴുതുന്ന കുട്ടികളെ സംബന്ധിച്ചിടത്തോളം പ്രധാന കൺസേൺ ആയിട്ടുള്ള ഒരു കാര്യമാണ് നിങ്ങളുടെ ഡ്രസ് കോഡ്. പ്രധാനമായിട്ടും ആദ്യമായിട്ട് JEE എഴുതുന്ന കുട്ടികളെ സംബന്ധിച്ചിടത്തോളം പ്രധാന കൺസേൺ ആണത്. അപ്പോൾ എത്തരത്തിലുള്ള ഡ്രസ്സുകളാണ് നിങ്ങൾക്ക് ധരിക്കാനാവുക? സിമ്പിളായിട്ട് ഉള്ള ഡ്രസ്സുകൾ ധരിക്കുക എന്നുള്ളതാണ്. കൂടുതൽ വർക്കുകളോ മറ്റുള്ള മെറ്റാലിക് പാർട്ടുകളോ അടങ്ങുന്ന ഡ്രസ്സുകൾ ധരിക്കാതിരിക്കുക. സിമ്പിളായിട്ട് ബോയ്സ് ആണെങ്കിൽ ടീഷർട്ട് ധരിച്ചു പോവുക, ബെൽറ്റ് ധരിക്കാതിരിക്കുക. അതുപോലെ ഷൂ, ഹൈ ഹീൽ ചെരുപ്പുകൾ, കട്ടിയുള്ള സോളുള്ള ചെരുപ്പുകൾ, ഷൂ എന്നിവ ധരിക്കാതിരിക്കുക. സിമ്പിളായിട്ടുള്ള വലിയ ബട്ടൺസോ അതുപോലെ വർക്കുകളോ ഇല്ലാത്ത ഡ്രസ്സുകൾ ധരിച്ചിട്ട് വേണം നിങ്ങൾ എക്സാം ഹാളിലേക്ക് പോകാൻ. പ്രത്യേകമായിട്ട് ഇതിൻ്റെ പുറമേയുള്ള വലിയ കണ്ടീഷൻസ് ഒന്നും എക്സാം ഹാളിലേക്ക് പോകുന്നതിന് പറയുന്നില്ല. പ്രത്യേകം ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ, മെറ്റാലിക് പാർട്ട് ഉള്ള ഒരു സാധനങ്ങളും മെറ്റാലിക് ആയിട്ടുള്ള നിങ്ങളുടെ ഓർണമെൻറ്റ്സോ വാച്ചോ പോലുള്ള കാര്യങ്ങൾ നിങ്ങൾ ധരിക്കാതിരിക്കുക. അങ്ങനെ ഉണ്ടെങ്കിൽ നിങ്ങൾ അത് ഊരി വെച്ചതിന് ശേഷം മാത്രം എക്സാം ഹാളിലേക്ക് പോവുക. അതുപോലെ നിങ്ങൾ പള്ളിയിൽ ക്ലിപ്പ് ഇട്ടിട്ടുണ്ടെങ്കിൽ അതൊന്നും പ്രശ്നമില്ല.
കുഴപ്പമില്ല. അതല്ലാത്ത കാര്യങ്ങളുടെ കാര്യമാണ്, അതൊന്നും നിങ്ങൾ അയച്ച് മാറ്റേണ്ടതില്ല ജെ എക്സാമിന് വേണ്ടിയിട്ട്. അതല്ലാത്ത മറ്റുള്ള ഓർണമെന്റ്സിനെ കുറിച്ചിട്ടാണ് നമ്മൾ ഡിസ്കസ് ചെയ്തത്. സോ ഇത്രയും കാര്യങ്ങളാണ് നമുക്ക് പറയാനുള്ളത്. ഇത്തരത്തിലുള്ള എൻട്രൻസുമായി ബന്ധപ്പെട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ള വീഡിയോസ്, അതുപോലെ നിങ്ങളുടെ കരിയർ സംബന്ധമായിട്ടുള്ള വിഷയങ്ങൾ എല്ലാം അപ് ടു ഡേറ്റ് ആയിട്ട് നിങ്ങൾക്ക് അറിയുന്നതിന് വേണ്ടിയിട്ട് CM അക്കാഡമിയുടെ കരിയർ അപ്ഡേറ്റ്സിന്റെ വാട്സപ്പ് ചാനലിന്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്. നിങ്ങൾക്ക് ജോയിൻ ചെയ്യാവുന്നതാണ്. ഇത്തരത്തിലുള്ള വീഡിയോസും അതുപോലെ കണ്ടന്റും നിങ്ങൾക്ക് റിയൽ ടൈം ആയിട്ട് നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും. സോ താങ്ക് യു.